ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഐ എം റാഹില വിത്ത് അനദർ വ്ളോഗ്. ഇന്നൊരു വർക്കിംഗ് ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓഫീസിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് അയൺ ചെയ്യാണ്. ഓൾറെഡി ഓഫീസിലേക്ക് പോകാൻ ലേറ്റായിട്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അധികം ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. റെഡി ആവലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചായ കുടിക്കാൻ വന്നു. ചായക്ക് ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഏതോ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മോർണിംഗ് ചായ ഒന്നും കുടിക്കാറില്ല എന്ന്. പക്ഷേ ഇപ്പോൾ കോഴിക്കോട് സ്റ്റേ ചെയ്യാൻ തുടങ്ങിയത് മുതൽ ഡെയിലി ചായ കുടിക്കും കേട്ടോ. ചായ കുടി കഴിഞ്ഞിട്ട് പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല, നേരെ ഓഫീസിൽ പോവും. പിന്നെ ഓഫീസിലെത്തിയിട്ട് ഞാൻ എന്തോ സീരിയസ് ആയിട്ട് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഒക്കെ ഡിപ്പെൻസ് ആണ്, ഓരോ ഡേയ്സിനനുസരിച്ചിരിക്കും. ചില ദിവസം നമുക്ക് വർക്ക് ഉണ്ടായിരിക്കും, ചില ദിവസം നമുക്ക് മോർണിംഗ് തന്നെ റിലാക്സ്ഡ് ആയിട്ട് പതുക്കെ സ്റ്റാർട്ട് ചെയ്താൽ മതിയാവും വർക്കൊക്കെ. ഇന്ന് നമ്മുടെ ഓഫീസിൻ്റെ അടുത്തായിട്ട് തന്നെ CMA റിലേറ്റഡ് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഫേമിൽ നിന്ന് മാക്സിമം 2 പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി എന്നായിരുന്നു സാർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ ഓഫീസിലാണെങ്കിൽ ഓൾറെഡി 4 ആർട്ടിക്കിൾഷിപ്പിൻ്റെ സ്റ്റുഡൻസാണ് ഉണ്ടായിരുന്നിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 4 ആൾക്കും ആക്ച്വലി ഇതിന് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ 2 ആൾക്കേ പോകാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരാണ് പോകേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജസ്റ്റ് നറുക്കെടുക്കുന്നതാണ്. പിന്നെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ആസ് യൂഷ്വൽ വർക്കൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരുന്നു. നമുക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നത് ഓഫീസിന് തൊട്ടടുത്തുള്ള തന്നെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു. ഞാൻ ആക്ച്വലി വ്ളോഗ് കുറേ മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ചായിരുന്നു. ഇപ്പം അടുത്താണ് എഡിറ്റ് ചെയ്യാതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം എന്തായിരുന്നു ഞാൻ എക്സാക്ട്ലി മറന്നു പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് മലപ്പുറം ചാറ്റ് ഹൗസിൻ്റെ 5th ആനിവേഴ്സറിക്ക് അവർ കണ്ടക്ട് ചെയ്തൊരു പരിപാടിയായിരുന്നു. കറൻ്റ്ലി CMA പെർസ്യൂ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ക്വിസ്, ഡിബേറ്റ്സ്, അങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി CMA കംപ്ലീറ്റ് ആയിട്ടുള്ള ക്വാളിഫൈഡ് CMAസിനെ അനുമോദിക്കുന്ന പ്രോഗ്രാമും ഉണ്ടായിരുന്നു. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡിന് നല്ല ഗീ റൈസും ചിക്കൻ കറിയായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അധിക നേരമൊന്നും അവിടെ ഇരുന്നില്ല കേട്ടോ. ബാക്ക് ടു ഓഫീസിലേക്ക് തന്നെ പോയി. പിന്നെ ആസ് യൂഷ്വൽ ബാക്ക് ടു വർക്ക്. ഓഫീസിലെത്തിയിട്ട് പിന്നെ കാര്യമായിട്ടൊന്നും കാണിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് നമ്മൾ വർക്ക് ചെയ്തു അത്ര തന്നെ. അതുകൊണ്ട് ഞാൻ അധികം ക്ലിപ്സ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലെത്തി. പിന്നെ എന്നത്തെയും പോലെ യൂഷ്വൽ ഡെയിലി റുട്ടീൻസ് ഒക്കെ ചെയ്തു. പിന്നെ നൈറ്റ് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം പഠിക്കാമെന്ന് വെച്ചു. ഞാനിപ്പോൾ കുറച്ചായിട്ട് ഫൈനലിൻ്റെ ഓൺലൈൻ ക്ലാസ് സബ്ജക്റ്റ് വൈസ് കേൾക്കുന്നുണ്ടായിരുന്നു. ക്ലാസ്സിൻ്റെ ഒപ്പം തന്നെ ചെറുതായിട്ട് നോട്ട്സും പ്രിപ്പയർ ചെയ്ത് പോകും. പക്ഷേ ഈ കേട്ട ക്ലാസ് ഒന്ന് റിവൈസ് ചെയ്യാനോ പഠിക്കാനോ ഒന്നും പിന്നെ പറ്റാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇതുവരെ ക്ലാസ് കേട്ട് തീർത്തിട്ടുള്ള പോർഷൻസൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരമൊക്കെ പഠിച്ചിട്ട് പിന്നെ ഫുഡിൻ്റെ ടൈമായപ്പോൾ നമ്മൾ പഠിത്തമൊക്കെ താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോയി. ഇൻ മൈ കേസിൽ ഫസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് പിന്നെ ബാക്കി പഠിത്തം എല്ലാ കാര്യവും ഉണ്ടാവാറുള്ളൂ. പക്ഷെ ഇപ്പോൾ കുറേ നാളായിട്ട് ഫുഡ് കറക്റ്റ് ടൈമിനേ കിട്ടുള്ളൂ. പിന്നെ നമുക്ക് ടൈമും ഒരു ഡെയിലി ടൈം വളരെ കുറവാണ് പഠിക്കാനും എല്ലാത്തിനും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സാഹചര്യത്തോട് പൊരുത്തപ്പെടണം. പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഫോണൊക്കെ നോക്കി കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ബാലൻസ് ഉള്ള പോർഷൻസൊക്കെ പഠിക്കാനായിട്ടിരുന്നത്. ഒരു ലോങ് ഡേ ആർട്ടിക്കിൾഷിപ്പ് പ്ലസ് സ്റ്റഡീസായിട്ട് പോകുമ്പോൾ ഞാൻ എന്തായാലും ആ ഡേയുടെ എൻഡിൽ നന്നായിട്ട് ബേൺ ഔട്ടായി പോകാറുണ്ട് എല്ലാ ടൈമിലും. അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യത്തിന് ബ്രേക്കൊക്കെ എടുത്തിട്ടാണ് പഠിക്കാറ്. ആസ് എൻ ആവറേജ് സ്റ്റുഡൻറ്റ് എന്നെക്കൊണ്ട് ഒറ്റ സ്ട്രെച്ചിനൊന്നും അങ്ങനെ ഇരുന്ന് പഠിക്കാൻ പറ്റാറില്ല, എസ്പെഷ്യലി ആഫ്റ്റർ ആർട്ടിക്കിൾഷിപ്പ്.
അങ്ങനെ അത്യാവശ്യം കുറച്ചൊക്കെ നോക്കിയിട്ട് പിന്നെ ഇന്നത്തെ പഠിത്തമൊക്കെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വ്ളോഗ്. അടുത്തൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.